സഭയിൽ കഴിഞ്ഞ ദിവസം അങ്ങ് ചില പ്രയാസങ്ങൾ പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ മെമ്പർമാര് ഡയസിലേക്ക് എരച്ചു കയറിയത്. സർ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവരുടെ കയ്യിലുള്ള ബാനർ വാച്ച് ആൻഡ് വാർഡ് ബലമായി ഈ സഭയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പിടിച്ചു വലിച്ചപ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡയസിലേക്ക് കയറിയത്. സാർ, അങ്ങോട്ട് പറയുന്നു, ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഈ നിയമസഭയിൽ ഞങ്ങൾ സമരം നടത്തിയത്. സാർ, ഈ നിയമസഭ സമ്മേളനം കൂടെ തീരെയാണ്. സാർ, ഞങ്ങൾ ഈ സമരം സഭയ്ക്കകത്ത് ഞങ്ങൾ ആരംഭിച്ച സമരം ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. സാർ, അതിശക്തമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്യും. ചെയർ എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട് സഭയിൽ വന്ന ആളല്ല, വളരെ കൃത്യമായി ദീർഘകാലത്തെ അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം പരസ്യമായി ചെയറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതി ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഉത്തരവാദപ്പെട്ട MLA-മാർ ഒരു പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് ഇവിടെ കയറിയിട്ടുള്ളത്. ഒരു തരത്തിലും പ്രകോപനം വാച്ച് ആൻഡ് വാർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതേസമയം വാച്ച് ആൻഡ് വാർഡിനെ ബാനർ കെട്ടിയ വടി കൊണ്ട് അടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി. ഈ ഇലക്ഷന്റെ ഫോർ ഫ്രണ്ടിൽ എന്നെ കൊണ്ട് പറയിക്കേണ്ട പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ചില MLA-മാർ തയ്യാറായി എന്നുള്ളത് ശരിയാണ്. അത്തരം രീതി ശരിയല്ല എന്ന് ഒരിക്കൽ കൂടി വളരെ പൊളൈറ്റായി പറയാൻ ആഗ്രഹിക്കുകയാണ്.